സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ദ്രബൻ ചക്രവർത്തിയാണ് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് സമഗ്ര വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ദ്രബൻ. കാവ്യ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് അലർട്ടൊന്നും ഇല്ലെങ്കിലും മഴയ്ക്ക് കുറവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ നല്ല തണുപ്പും മഴയൊക്കെ ആയിരുന്നു. എന്താണ് പൊതുവിലെ സാഹചര്യം? കാവ്യ നിൽക്കുന്നത് സ്റ്റുഡിയോയിലും നമ്മൾ പുറത്തുമാണെങ്കിലും രണ്ടുപേരും തിരുവനന്തപുരം ജില്ലയിലാണ്, തലസ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് രാവിലത്തെ കാലാവസ്ഥ ഇന്നലത്തെ മഴയെ അപേക്ഷിച്ച് സുന്ദരമായ കാലാവസ്ഥയാണ്. ശക്തമായ മഴ ഒരിടത്തും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മലയോര മേഖലകളിലും തീരപ്രദേശത്തും ഒരുപോലെ മഴ പെയ്തു. ചില അനിഷ്ട സംഭവങ്ങളും തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കാവ്യ, നമുക്ക് തുടക്കത്തിൽ പറയാനുള്ളത് തലസ്ഥാനത്തെ വിവരങ്ങൾ മാത്രമല്ലല്ലോ. ഈ കേരളത്തിൽ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. ഇന്നലെ രാത്രി വന്ന അലർട്ട് തന്നെയാണ് ഇന്നുള്ളത്. കാവ്യ മുഖവുരയായി പറയുകയും ചെയ്തു. ഇന്ന് മുന്നറിയിപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ആണ് ഇപ്പോൾ മുന്നറിയിപ്പ് ഉള്ളത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഇടിമിന്നലാണ്, ഒന്ന് കാറ്റാണ്. അപ്പോൾ കാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, തീരപ്രദേശത്ത് ശക്തമായ തിരമാല ഉയർന്നാൽ സ്വാഭാവികമായും തീരപ്രദേശത്ത് കടലാക്രമണത്തിന് സാധ്യതയുമുണ്ട്. ഇന്ന് ഈ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെക്കൻ ഗുജറാത്ത് തീരം വരെയും ബംഗാൾ ഉൾക്കടലിന് മുകളിലായും ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതാണ്. അടുത്ത 5 ദിവസമാണ് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പായി പറയുന്നത്. മലയോര തീരദേശവാസികൾ ഒരുപോലെ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ജാഗ്രതയുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ കടലിൻ്റെ അടുത്ത് സൂക്ഷിക്കാതിരിക്കുക, കെട്ടിയിടുക. ഒപ്പം തന്നെ തിരമാല ഉയരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ കടലാക്രമണത്തിന് ശക്തമായ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്ത് ഇറങ്ങരുതെന്നും മറ്റു തരത്തിൽ വിനോദസഞ്ചാരികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ തുടരുന്നുണ്ട്. വെള്ളക്കെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പമാണ് ഈ പറഞ്ഞ മലയോര മേഖലയിലുള്ള ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള കാര്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ കാര്യം കാവ്യ, കഴിഞ്ഞ ദിവസം തന്നെ, ഇന്ന് രാവിലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി വൈകിട്ട് അതിശക്തമായ മഴയായിരുന്നു. രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയുണ്ടായിരുന്നു. അത് വന്നപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും അങ്ങനെ തന്നെ ശക്തമായ മഴ തുടരാനുള്ള സാധ്യത നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വലിയ പ്രശ്നങ്ങളില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ തോതിലാണ്, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് നിലനിൽക്കുന്നത് കാവ്യ. പക്ഷേ കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ തലസ്ഥാന ജില്ലയിൽ പ്രശ്നങ്ങളുണ്ടായി. പലതും മലയോര മേഖലകളിലാണ്. ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന അപകടങ്ങളാണ് പല സ്ഥലത്തും ഉണ്ടായത്. പാലോട് കല്ലർ റൂട്ടിൽ സുമതി വളവിൽ മരങ്ങൾ കടപുഴകി വീണ ഭാഗമായി അവിടെ 7 ഇലക്ട്രിക് പോസ്റ്റുകളാണ് വീണത്. 4 ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മരങ്ങൾ തന്നെ കടപുഴകി വീണു. അത് ഏറെ നേരം വിതിരയിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലായി. ഒപ്പം തന്നെ കഴക്കൂട്ടം മേനംകുളത്ത് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. തുമ്പയിൽ നിന്ന് അവിടെ നിന്ന് വൈദ്യുതി നിലച്ചു. തുമ്പയിലേക്ക് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 6:30 മണിക്കാണ്, ഇന്നലെ വൈകിട്ട് 6:30 മണിക്കാണ് സംഭവം ഉണ്ടായത്. ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ നേരത്തെ കാവ്യ സൂചിപ്പിച്ച് ഈ ശക്തമായ മഴ നിൽക്കുന്ന സമയമായിരുന്നു. ഒപ്പം തന്നെ കഴക്കൂട്ടത്ത്, ഈ ദേശീയപാതയിൽ കഴക്കൂട്ടത്ത് തന്നെ 2 യൂണിറ്റ് അഗ്നിശമന സേനാനികൾ എത്തിയ ശേഷം, ഫയർഫോഴ്സ് സംഘം എത്തിയ ശേഷമാണ് മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി, ഈ പറഞ്ഞ റോഡിലേക്ക് മുറിച്ചു മാറ്റിയ മരങ്ങൾ, വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. കാര്യവട്ടം ഏറ്റവും അവസാനം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായത്, കാര്യവട്ടം പുല്ലാനിവിള റോഡിൽ കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തടസ്സമുണ്ടാക്കി. കഴക്കൂട്ടം, ചാക്ക, വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് മരങ്ങൾ മുറിച്ചു മാറ്റി ഈ ഗതാഗത തടസ്സം മാറ്റിയത്. അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മലയോര മേഖലകളിലും ഒപ്പം തന്നെ ഈ റോഡിലും, പ്രധാനപ്പെട്ട കഴക്കൂട്ടം റോഡിലും പ്രധാനപ്പെട്ട റോഡുകളിലുമൊക്കെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ജാഗ്രതാ
ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വരുന്നത് മലബാറിലും മധ്യ കേരളം മുതൽ അങ്ങോട്ട് മഴ ശക്തമായി തുടരുമെന്നതാണ് ഇന്നത്തെ നിർദ്ദേശത്തിൽ പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴിച്ചിട്ട്. അതുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് സ്വാഭാവികമായും കാവ്യ റിപ്പോർട്ടർമാരുടെ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ട്, എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നതെന്ന കാര്യം പ്രേക്ഷകരും നമ്മുടെ യൂട്യൂബിൽ ഓൺലൈനായി പ്രതികരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാവ്യ.